ഫ്രണ്ട്സ്, ICSIL-ൻ്റെ അതായത് ഇൻ്റലിജൻസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഇന്ത്യ ലിമിറ്റഡിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് MTS അതുപോലെ ഡാറ്റ എൻട്രി പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ MTS എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പെർമനൻറ്റ് വേക്കൻസി അല്ല, ടെമ്പററി ആയിട്ടുള്ള വേക്കൻസിയാണ്. എവിടേക്കാണ് വേക്കൻസി എന്ന് വെച്ചാൽ ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ഓർ നാഷണൽ ഡെൻ്റൽ കമ്മീഷനിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 20 വേക്കൻസിയാണുള്ളത്. അതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ളൊരു ഡിഗ്രിയാണ് വേണ്ടത്. അതോടൊപ്പം തന്നെ മാക്സിമം ഏജ് ലിമിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. 21 വയസ്സ് പൂർത്തിയായിരിക്കണം. ഓക്കെ, മാക്സിമം ഏജ് ലിമിറ്റ് ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ, മിനിമം ഏജ് ലിമിറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മിനിമം 21 പൂർത്തിയായിരിക്കണം. മാക്സിമം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം, കാരണം കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റ് ആയതുകൊണ്ടായിരിക്കും മാക്സിമം അവർ കൊടുക്കാത്തത്. 24,386 രൂപയാണ് റെമ്യൂണറേഷനായിട്ട് ലഭിക്കുക മന്ത്ലി. MTS-ഉം 20 വേക്കൻസിയാണ് ഏകദേശം ഉള്ളത്. അതായത് +2 പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, +2 നിങ്ങൾ ഹ്യൂമാനിറ്റീസ് ഓർ സയൻസ് ഓർ കൊമേഴ്സ് ഏതെടുത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ എക്സ്പീരിയൻസ് ഒന്നും പറയുന്നില്ല, ഫ്രഷേഴ്സിന് ട്രൈ ചെയ്യാവുന്നതാണ്. മിനിമം 21 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 22,411 രൂപയാണ് മന്ത്ലി റെമ്യൂണറേഷനായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അത് നിങ്ങളുടെ ഹൈസ്കൂൾ മുതൽ, അതായത് 10th മുതലുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ ഏറ്റവും ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ധരിച്ച് അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൊടുക്കാം, നിർബന്ധമില്ല നിങ്ങളുടെ പ്രൊഫൈലിൽ. അതുപോലെ തന്നെ ഓൾറെഡി നിങ്ങൾ പ്രൊഫൈൽ ഇപ്പം ഈ പറയുന്ന പോർട്ടലിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. കൂടുതൽ അതിലേക്ക് ആഡ് ചെയ്യാനും അങ്ങനെയുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പോസ്റ്റിംഗ് ഡൽഹിയിൽ ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിൻ്റെ സെലക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ റിട്ടേൺ ടെസ്റ്റ്. ഓക്കെ, അതായത് എത്രത്തോളം വേക്കൻസിയും കാര്യങ്ങളും എത്രത്തോളം അപേക്ഷയും കാര്യങ്ങളൊക്കെ വരുന്നു അതിനൊക്കെ അനുസരിച്ചായിരിക്കും അതിൻ്റെ സെലക്ഷൻ മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് 11/4 ആയിരുന്നു, പക്ഷെ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിക്കാം. ഡേറ്റ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇതാ 13/4. ഓക്കെ, 2 ദിവസം പാടെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 13/4/2026 വരെയാണ് കേട്ടോ. രണ്ടിൻ്റെയും ഡേറ്റ് 13/4/2026 വരെ, ഏപ്രിൽ 13 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാവുന്നതായിട്ട് ലിങ്ക് തരും. അതിൽ കേരള ജോബ്സ് ആണ് ഈ ഒരു പേജിലേക്കാണ് വരിക. സോഷ്യൽ മീഡിയ ഐക്കണ്ട് ഇതിലൊക്കെ ഫോളോ ചെയ്യാം. അപ്പോൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്തതിൽ പല കാറ്റഗറി നമ്മൾ വളരെ സിമ്പിളായിട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പേജാണ്. ഓക്കെ, ഇവിടെ കാണാം നിങ്ങൾക്ക് ICSIL റിക്രൂട്ട്മെൻറ്റ് MTS ഡാറ്റ എൻട്രി ഏറ്റവും താഴെ കാണാം. നോട്ടിഫിക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ പേജിലേക്ക് എത്തും. ജസ്റ്റ് ലോഡിങ് ആണ്. അതിൻ്റെ കറണ്ട് ജോബ്സ് എന്ന് പറയുന്ന ഈ ഒരു പേജിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ പോസ്റ്റും അതിൻ്റെ ജോബ് ID ഒക്കെ കൂടെ കാണാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന മാറ്റം, അതായത് ഡേറ്റ് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞതുണ്ടോ. ഓക്കെ, മുൻപുണ്ടായിരുന്നത് 11 ആയിരുന്നു. ഇപ്പോൾ അത് 13/4/2026 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 11 AM വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഉണ്ട് അപ്ലൈ എന്നുള്ള ബട്ടൺ ഉണ്ട്. അപ്ലൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് നിങ്ങൾ അപ്ലൈ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ കയറാം. ഇനി അതല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് വേറെ സെപ്പറേറ്റ് ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താലും ആ ഒരു ലോഗിൻ പേജിലേക്ക് വരും. ഓക്കെ, ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, അത് ഓൾറെഡി ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് നമ്മുടെ ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആധാറിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര്, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ ആധാർ നമ്പർ, പിന്നെ ഇമെയിൽ ID, മൊബൈൽ നമ്പറൊക്കെ കൊടുത്ത് നമ്മൾ സൈനപ്പ് ചെയ്യാം. അങ്ങനെ സൈനപ്പ് ചെയ്താൽ നമുക്കിതിൽ ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്താൽ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ കാണാം, നിങ്ങൾക്ക് അപ്ഡേറ്റ് പ്രൊഫൈൽ. അപ്പോൾ നിങ്ങൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊഫൈൽ ഇത് ഓൾറെഡി ലോഗ് ഔട്ട് ടൈപ്പ് കിട്ടോ. ഞാൻ ജസ്റ്റ് ലോഗിൻ ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇവിടെ ലോഗിൻ എന്നുള്ള ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇതാ മാനേജ് പ്രൊഫൈൽ എന്നുള്ളിടത്ത് പോയിട്ട് അപ്ഡേറ്റ് പ്രൊഫൈൽ എന്ന് കൊടുക്കാം. ഈ അപ്ഡേറ്റ് പ്രൊഫൈൽ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്ത് വെച്ചുകൊണ്ടാണ് എനിക്ക് അപ്ഡേറ്റ് പ്രൊഫൈൽ എന്നുള്ള വരിക. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഇവിടെ ഉണ്ടാവും. നിങ്ങൾക്ക് പ്രൊഫൈൽ ഫില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ ഇപ്പോൾ ഇതിൽ 12th മാത്രമാണ് കൊടുത്തത്. നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ +1 കണ്ടത്, +1 ക്ലിക്ക് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇവിടെ ബ്രൗസ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം. എക്സ്പീരിയൻസ് എൻ്റെ കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്ത് അപ്ഡേറ്റ് കൊടുക്കാം.
ഓക്കെ. അപ്പോൾ ഞാനൊക്കെ ഓൾറെഡി ഇതിൽ മുൻപ് എപ്പോഴോ നമ്മൾ ഇതിൻ്റെ വന്ന സമയത്ത് ചെയ്തു വെച്ചാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ +2ൻ്റെ ക്വാളിഫിക്കേഷൻ മാത്രം വെച്ചുകൊണ്ട് ഇവിടെ കണ്ടോ അപ്ലിക്കബിൾ ജോബ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് MTS മാത്രം അപ്ലൈ ചെയ്യാൻ കാണിക്കുന്നുള്ളൂ. ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിൻ്റെ ക്വാളിഫിക്കേഷൻ നമ്മൾ ഇതാണല്ലോ, ഡിഗ്രി ആണല്ലോ. ഓക്കെ. അപ്പോൾ ഡിഗ്രിയും പാടെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ ഡിഗ്രിയും പാടെ നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യും, ഡാറ്റ എൻട്രി ഓപ്പറേറ്ററും പാടെ കാണിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡിഗ്രി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ പോസ്റ്റ് പാടെ കാണിക്കും. ഇതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ എന്നുള്ള ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കണ്ട മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 590 രൂപ ഇവിടെ പേയ്മെൻറ്റ് വൺ ടൈം നമ്മൾ PSCയിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്നില്ല, അതേപോലെ ഇതിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്താൽ പിന്നീട് വരുന്ന നോട്ടിഫിക്കേഷൻ ഒന്നും നിങ്ങൾ ഫീ കൊടുക്കണ്ട. ഒരു 590 രൂപ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ പേയ്മെൻറ്റ് ചെയ്യണം. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം കേട്ടോ. 590 രൂപ വലിയൊരു എമൗണ്ട് ആണ്. 590 രൂപ നമ്മളിതിൽ പേയ്മെൻറ്റ് ചെയ്താൽ പിന്നീട് ഫ്യൂച്ചറിൽ വരുന്ന നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ മേക്ക് പേയ്മെൻറ്റ് എന്ന് കൊടുത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അപേക്ഷ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അത് കൂട്ടിച്ചേർത്ത് നിങ്ങളുടെ പ്രൊഫൈൽ അങ്ങനെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോകാനും പിന്നീട് വരുന്ന നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇതിലൂടെ ലോഗിൻ ചെയ്ത് കാണാവുന്നതാണ് കേട്ടോ. ഓക്കെ. അപ്ലൈഡ് ജോബ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കും. ഓക്കെ. അതിൻ്റെ PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം, ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം, അതിൻ്റെ പ്രിൻ്റ് എടുക്കാം. പിന്നെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഒക്കെ ഇത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വന്നു കഴിഞ്ഞാൽ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ടോ കാര്യങ്ങളിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. താങ്ക് യു.